അല്ല കൂട്ടരെ, ഈ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലേ, എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. അതിലേറെ സങ്കടപ്പെടുത്തി. ഇശാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വഴി പുറമ്പളിരുന്ന ഒരാൾ വിതുമ്പിക്കരയാണ്. അദ്ദേഹത്തിന്റെ തേങ്ങലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാം. എന്നെ കണ്ടപാടെ ചാടി എണീറ്റ് കൈപിടിച്ചു. സാറേ, എന്തുണ്ട് വിശേഷം, ദുആ ചെയ്യണം. ഇത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണ് ഈറനണിയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഥനകഥ പറയുന്നത്. പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ ബഹുഭൂരിഭാഗം പൈസയും നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. തറവാട് വീട് പണിതു. അതിനകത്ത് 90% പൈസയും അദ്ദേഹത്തിൻ്റെതായിരുന്നു. അവസാനം ഉമ്മയും മാപ്പയും കൂടെ കുടുംബം തറവാട് ഇളയ സഹോദരന്റെ പേരിലേക്ക് എഴുതി വെച്ചു. തറവാട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഉമ്മാനെയും മാപ്പാനെയും അദ്ദേഹത്തിന് എന്നെ തിരിച്ചു കിട്ടി. ഇളയ സഹോദരൻ തറവാട് വീട് മാത്രമേ സ്വന്താക്കിയുള്ളൂ, ഉമ്മാനെയും മാപ്പാനെയും ജ്യേഷ്ഠന് കൊടുത്തു. ഇതൊന്നുമല്ല ഇതിനകത്ത് കൗതുകരമായ കാര്യം. അദ്ദേഹം പറയാണ്, ഉമ്മാനെ മാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷം. പക്ഷെ സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 കൊല്ലം കൂടിയിരിക്കുമ്പോഴാണ് അനുജൻ നാട്ടിൽ വരുന്നത്. അനുജൻ വരുമ്പോൾ ഉമ്മാക്ക് ഒരു പുള്ളിത്തുണിയും ഒരു കുപ്പായവും ഒരു ടൈഗർ ബാമും കൊടുക്കും. അനിയൻ പോയി 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ഈ പുള്ളിക്കുപ്പായത്തിന്റെ പൗരുഷയും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഉമ്മാക്ക് 10-300 രൂപയുടെ ഗുളി വേണം. അതെല്ലാം ഈ കൂലിപ്പണി എടുത്തിട്ടാണ്, അതിന്റെ വിഹിതം കൊണ്ടാണ് മേടിക്കുന്നത്. കുട്ടിയുടെ പഠന ചെലവും ഭാര്യയ്ക്ക് അസുഖമുണ്ട്, ഹോസ്പിറ്റൽ ചെലവും ഒക്കെ ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം ചെലവഴിക്കണം. പിന്നെ ഉമ്മാടെ ഗുളിയും മാപ്പാടെ ഗുളിയും, അതുപോലെ ഇതൊക്കെ സന്തോഷമാണ്. ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ അവസ്ഥാനം ഓർക്കുമ്പോൾ എന്നും ഭാര്യയും അദ്ദേഹത്തിനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുള്ള സംസാരമാണ്. എന്നെ കേൾക്കുന്നവരിൽ പല ആളുകളും ഇത്തരം സ്വഭാവമുള്ള, കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞില്ല, അന്ത്യനാളെടുക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് റഹ്മത്തിനെ അള്ളാഹു എടുത്തു കളയുന്ന, ആർക്കും ആരോടും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ നീതി വേണ്ടേ? അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. നമുക്ക് മക്കൾക്ക് നമ്മളോട് മാത്രമല്ല ബാധ്യത കേട്ടോ ഉമ്മമാരെ, മക്കളോട് നമുക്കും ബാധ്യതയുണ്ട്. അള്ളാഹു ചോദിക്കും, അള്ളാഹു നമ്മോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചോന്ന്. അല്ലാതെ മക്കൾ ഉമ്മമാരോടുള്ള കടപ്പാട് വാപ്പമാരോടുള്ള കടപ്പാട് മാത്രം നിർവഹിച്ചു എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മേൽ കടമയുണ്ട്. അതെന്താണ്? നീതിപൂർവ്വമുള്ള പെരുമാറ്റമാണ്. എല്ലാ മക്കളെ ഒരുപോലെ കാണണം. അതിൽ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഒരല്പം സ്ഥാനം കൂടുതൽ കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭക്ഷണം അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ അത് പെൺകുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടാവണം തുടങ്ങേണ്ടെന്ന് മുത്തനബി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതെ അവരെല്ലാം ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. എന്നാലേ നമ്മുടെ ആഖിബത്ത് നന്നാവും. മാത്രമല്ല, മരണാനന്തരം ഖബറിൽ സമാധാനപൂർവ്വം കിടക്കാനും കഴിയുള്ളൂ. അള്ളാഹു കാക്കട്ടെ.